Welcome back to my YouTube channel UK Talkie. This is the first episode of my France trip series and also the second time visiting Paris, and this time I'm traveling by ferry from Dover to Calais. സോ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പോകുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ഒരു അക്കംപ്ലീഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയില്ലേ ഇന്ന സ്ഥലം കാണണം, നമുക്കൊക്കെ പറ്റുവാണാവോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന സമയത്ത് നമ്മളിന്നിപ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ ഐ എം സോ പ്രൗഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ നമ്മളിന്ന് പോകുന്നത് അതൊരു സസ്പെൻസ് ആക്കി വെക്കണോ അതോ എനിക്കിപ്പോൾ തന്നെ പറയാം. ഓക്കെ, ഡിസ്നി ലാൻഡിലേക്കാണ് പാരീസിലെ. ഇപ്പോൾ പോകുന്നത് ഫെറി വഴിയാണ്. സോ ഡോവർ ടു കാലിയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 3 to 4 hours ട്രാവൽ ഉണ്ട് ബൈ കാർ. സോ ഇതാണ് നമ്മുടെ എൻട്രൻസ് ടു ഫെറി. അപ്പോൾ വളരെ എക്സൈറ്റഡോട് കൂടിയിട്ടാണ് നമ്മളത് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ സമയം പുലർച്ചെയാണ്, എന്നാലും ഭയങ്കര ഹാപ്പിയാണ്. സമയമോ രാവിലെയോ എത്ര ക്ഷീണമൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ എൻട്രി ചെയ്തു. ഇതാണ് ഫെറിയുടെ അകത്തുള്ള നമ്മുടെ സ്പേസ്, നമ്മുടെ സീറ്റിങ്സും അതുപോലെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും വളരെ ലക്ഷറിയസ് ആണ് കേട്ടോ ട്രാവല്. ബട്ട് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. നമുക്ക് ടോട്ടലി പെർ ഹെഡ് ഒരു 100 pound വരുന്നുള്ളൂ. പാർക്കും നമുക്ക് ഒരു ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോവർ ടു കാലെ. സോ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ മീൻസ് വീഡിയോസ് നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊരു 1.5 hour ട്രാവലാണ് ഡോവർന്ന് കാലയിലേക്കുള്ളത്. സോ നമുക്കിപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ ഒരു 1 day ട്രിപ്പിനായാലും ബെസ്റ്റാണ് ഫ്രാൻസ്. നൈസായിട്ട് നമുക്കൊരു വെതർ നല്ലതായി കിട്ടിയാൽ മതി, നമുക്ക് പോകാനായാലും ഒക്കെ ഈസിയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോവർന്ന് ഫ്രാൻസിലോട്ട്. സോ ഒരു 1.5 മണിക്കൂറുള്ള ഒരു യാത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാത്രാ ക്ഷീണമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ കാലെ പോർട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 4 hours ഒരു ജേണിയാണ് പാരീസ് ഡിസ്നി ലാൻഡിലേക്കുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് പോകുന്നൊരു പ്ലേസാണ്. ഇപ്പോൾ UK ഒരാൾക്ക് പോകാവുന്നതാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ, പാരീസ് വിശേഷങ്ങളും അതുപോലെ ഡിസ്നി ലാൻഡ് വിശേഷങ്ങളും അടുത്ത പാട്ടിൽ കാണാം. അതുവരേക്കും ബായ്.